ഹൈലൈറ്റ്സ്. ഓഹരിയുടെ വിലയിൽ 410% വർധന. 1.5 അനുപാതത്തിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ്. ബോളിവുഡ് താരത്തിനും നിക്ഷേപം. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ബോളിവുഡ് ചലച്ചിത്ര നിർമ്മാണ രംഗത്തുള്ള ഈ ലിസ്റ്റഡ് കമ്പനിയുടെ ഓഹരിയുടെ വിലയിൽ 410% വർധന രേഖപ്പെടുത്തിയിരുന്നു. ഇതോടെ റീറ്റെയിൽ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായാണ് 1.5 അനുപാതത്തിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്. ബോളിവുഡ് സൂപ്പർ താരത്തിനും നിക്ഷേപമുള്ള ഓഹരിയാണിത്. ഇതിന്റെ കൂടുതൽ വിശദാംശം നോക്കാം. പനോരമ സ്റ്റുഡിയോസ് ഇന്റർനാഷണൽ ലിമിറ്റഡ്. പനോരമ സ്റ്റുഡിയോസ് ഇന്റർനാഷണൽ ലിമിറ്റഡ് 1980 സ്ഥാപിതമായി. ഇന്ത്യയിലെ മുൻനിര ചലച്ചിത്ര നിർമ്മാണ കമ്പനികളിലൊന്നാണ് പനോരമ സ്റ്റുഡിയോസ് ഇന്റർനാഷണൽ ലിമിറ്റഡ്. ഓംകാര, ദൃശ്യം, സിംഗം ഉൾപ്പെടെ ബോക്സ് ഓഫീസിൽ ബമ്പർ ഹിറ്റായി മാറിയിട്ടുള്ള നിരവധി ബോളിവുഡ് സിനിമകളുടെ നിർമ്മാണം നിർവഹിച്ചിട്ടുണ്ട്. പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മ്യൂസിക്, ഉപകരണം വാടകയ്ക്ക് നൽകുക, പരസ്യം എന്നിങ്ങനെ സിനിമയുടെ പ്രധാന 6 വിഭാഗങ്ങളിലും പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ 2 കമ്പനികളിലൊന്നാണിത്. ഏകദേശം 1550 കോടി രൂപയാണ് നിലവിൽ കമ്പനിയുടെ വിപണി മൂല്യം. General information. Technical performance. Shareholding. Technical levels. സ്റ്റോക്ക് സ്പ്ലിറ്റ്. ചെറുകിട നിക്ഷേപകർക്ക് കൂടി താങ്ങാനാകുന്ന നിലയിലേക്ക് വിപണി വില താഴ്ത്തിക്കൊണ്ടുവരിക. റീറ്റെയിൽ നിക്ഷേപകരെ ആകർഷിക്കുക. ഇതിലൂടെ ഓഹരി ഉടമകളുടെ അടിത്തറ വിശാലമാക്കുക. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഓഹരിയുടെ ലിക്വിഡിറ്റി ഉയർത്തുക എന്നിങ്ങനെ നിരവധി കാരണങ്ങളാൽ ലിസ്റ്റഡ് കമ്പനികൾ സ്റ്റോക്ക് സ്പ്ലിറ്റ് അഥവാ ഓഹരി വിഭജനം നടപ്പാക്കാറുണ്ട്. ജൂൺ ആദ്യം ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ തീരുമാനിച്ചതുപ്രകാരം 1.5 അനുപാതത്തിൽ പനോരമ സ്റ്റുഡിയോസ് ഓഹരിയുടെ മുഖവില വിഭജിക്കുമെന്നാണ് അറിയിപ്പ്. ഇതോടെ ഈ സ്മോൾ ക്യാപ് ഓഹരിയുടെ മുഖവില 10 രൂപയിൽ നിന്നും 2 രൂപയായി താഴും. അതായത് നിലവിൽ 10 രൂപ മുഖവിലയുള്ള ഒരു പനോരമ സ്റ്റുഡിയോസ് ഓഹരി 2 രൂപ മുഖവിലയുള്ള 5 ഓഹരികളായി മാറുമെന്ന് സാരം. പനോരമ സ്റ്റുഡിയോയുടെ ഓഹരി വില ചരിത്രം. BSE ഡാറ്റ അനുസരിച്ച് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 12% നേട്ടത്തോടെ ഓഹരികൾ മികച്ച പ്രകടനം കാഴ്ചവച്ചു. കൂടാതെ അജയ് ദേവ്ഗൺ സ്റ്റോക്ക് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ 17.19% ശക്തമായി നേട്ടമുണ്ടാക്കുകയും YTDയിൽ ശക്തമായ 205% റിട്ടേൺ നൽകുകയും ചെയ്തു. ഇതുകൂടാതെ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 99% ഉയർന്നു. കഴിഞ്ഞ 2 വർഷങ്ങളിൽ 109%വും കഴിഞ്ഞ 3 വർഷങ്ങളിൽ യഥാക്രമം 1288%വും നേട്ടമുണ്ടാക്കി. കഴിഞ്ഞ 5 വർഷത്തിനിടെ സ്റ്റോക്ക് 4308% ഉയർന്നു. ചലച്ചിത്ര വിനോദ വ്യവസായ മേഖലയിലെ സ്മോൾ ക്യാപ് കമ്പനിയായ പനോരമ സ്റ്റുഡിയോസ് ഇന്റർനാഷണലിന്റെ ഓഹരി വിലയിൽ അടുത്തിടെ കുതിച്ചുചാട്ടമുണ്ടായി. 2024 കമ്പനിയുടെ ഓഹരി 52 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിരക്കായ 240 രൂപയിലെത്തി. ഇത് നിക്ഷേപകരുടെയും വിപണി നിരീക്ഷകരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. കഴിഞ്ഞ വർഷം പനോരമ സ്റ്റുഡിയോസ് ഇന്റർനാഷണൽ 427% വളർച്ചയോടെ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവച്ചു. താരതമ്യപ്പെടുത്തുമ്പോൾ സെൻസെക്സ് 22% വളർച്ച മാത്രമാണ് നേടിയത്. സിനിമയിലും വിനോദ വ്യവസായത്തിലും കമ്പനിയുടെ ശക്തമായ സാധ്യതയും വളർച്ചയും ഇത് കാണിക്കുന്നു. Prediction. Conclusion. ഓഹരിയുടെ മുഖവില വിഭജിക്കുന്നതിന് ആനുപാതികമായി ഓഹരിയുടെ വിപണി വില താഴുകയും അതേ അനുപാതത്തിൽ തന്നെ നിക്ഷേപകരുടെ കൈവശമുള്ള ആകെ ഓഹരികളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നു. അതിനാലാണ് സ്റ്റോക്ക് സ്പ്ലിറ്റിനു ശേഷം ഓഹരിയുടെ മൊത്തം വിപണി മൂല്യത്തിൽ മാറ്റം സംഭവിക്കാത്തത്. എന്നാൽ ഓഹരിയുടെ വിപണി വില താഴുന്നതിലൂടെ കൂടുതൽ റീറ്റെയിൽ നിക്ഷേപകർ ആ ഓഹരിയിലേക്ക് ആകർഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഓഹരിയുടെ ഡിമാൻഡ് വർദ്ധിക്കുകയാണെങ്കിൽ ക്രമേണ ഓഹരിയുടെ വിപണി വില ഉയരാൻ തുടങ്ങും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഓഹരിയുടെ വിപണി മൂല്യത്തിൽ നിക്ഷേപകൻ നേട്ടം കൈവരിക്കാം. Thank you.